കരമന മരുതൂർക്കടവിൽ ഇന്നലെ അഖിൽ എന്ന യുവാവിന്റെ ജീവനെടുത്ത പ്രതികൾ വിനീത്, അനീഷ്, അപ്പു, കിരൺ. പേരിലെ നൈർമല്യമൊന്നും ഈ നിഷ്ഠൂരന്മാരുടെ സ്വഭാവത്തിലില്ല. അത്യന്തം അപകടകാരികളായ ക്രിമിനലുകൾ. 2019 സമാനമായ കൊലപാതകം നടത്തിയ അതേ പ്രതികൾ. തിരുവനന്തപുരം കൊഞ്ചിറവിള സ്വദേശി അനന്തു ഗിരീഷ് എന്ന യുവാവിനെയാണ് മൃഗീയമായി ഇതേ പ്രതികൾ കൊന്നത്. 2019 മാർച്ച് കൊഞ്ചിറവിള ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ പ്രതികളും അനന്തുവും സുഹൃത്തുക്കളുമായി വാക്കുതർക്കമുണ്ടായി. അടിപിടിയായി. സംഭവം അതോടെ കഴിഞ്ഞു. എന്നാൽ കൊടും ക്രിമിനലുകളായ പ്രതികൾ മനസ്സിൽ പ്രതികാരം സൂക്ഷിച്ചു. ദിവസങ്ങൾക്ക് ശേഷം പ്രതികൾ കൈമനത്ത് ദേശീയപാതയ്ക്ക് സമീപമുള്ള കാട് പിടിച്ച് പൊളിഞ്ഞ കെട്ടിടങ്ങളുള്ള സ്ഥലത്ത് ഒത്തുകൂടി. സംഘങ്ങളിൽ ഒരുവന്റെ പിറന്നാളാഘോഷമായിരുന്നു. ലഹരിയിൽ നുരഞ്ഞു പതഞ്ഞ ആഘോഷം. അപ്പോഴാണ് അനന്തു ഗിരീഷുമായുള്ള തർക്കം പ്രതികൾക്ക് ഓർമ്മ വന്നത്. ഉടൻ തന്നെ സംഘത്തിൽ ചിലർ അനന്തുവിനെ തേടിയിറങ്ങി. കരമനയിൽ ബേക്കറിയിൽ നിന്നിരുന്ന അനന്തുവിനെ അയാളുടെ ബൈക്കിൽ തന്നെ തട്ടിക്കൊണ്ടുവന്നു. പിറന്നാളാഘോഷം അനന്തുവിന്റെ വിചാരണയ്ക്ക് വഴിമാറി. പിന്നെ നടന്നത് മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന കൊടിയ ക്രൂരത. അനന്തുവിനെ കല്ലും വടിയും കൊണ്ട് അടിച്ചു. ഞരമ്പുകൾ മുറിച്ച് രക്തമൊഴുക്കി കളഞ്ഞു. മണിക്കൂറുകൾ നീണ്ട കൊടിയ പീഡനം. പോലീസ് പറയുന്ന പ്രതികൾ തന്നെയാണ്. പ്രതികളിൽ പലരും ഈ അനന്തു ഗിരീഷിന്റെ കൊലക്കേസിലെയും പ്രതികളാണ്. കാര്യം അഖിലിനുണ്ടായ സമാനമായ സംഭവമാണ് അനന്തു ഗിരീഷ് വധക്കേസിലുണ്ടായത്. ഇതിനേക്കാൾ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുക. 2 കൈയുടെ ഞരമ്പറുത്ത്, 2 കാലിലെ നരമ്പറുത്ത്, തല മുഴുവൻ കരിക്ക് കൊണ്ട് അടിച്ചു പൊട്ടിച്ച്, കല്ലുകൊണ്ട് അടിച്ചു പൊട്ടിച്ച്, ബ്ലൈഡ് കൊണ്ട് കൈയുടെ നരമ്പറുത്ത്, അങ്ങനെ ക്രൂരമായ കൊലപാതകമാണ് അനന്തു ഗിരീഷ് വധക്ക് നടത്തിയത്. അതിന് സമാനമായ സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ പോലീസ് പറയുന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പ് ബാർ ഹോട്ടലിൽ വെച്ചുണ്ടായ ഒരു തർക്കത്തിൻ്റെ ഭാഗമായി തർക്കമുണ്ടായി. അതിൻ്റെ പേരിൽ അവരിവിടെ വന്ന് അനന്തുവിന് സമാനമായി ഇവനെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഇവിടുന്ന്. ഒടുവിൽ സമപ്രായക്കാരനെ മരണത്തിലേക്ക് തള്ളിവിട്ട് രാക്ഷസീയമായ ആവേശത്തോടെ ആ സംഘം മടങ്ങി. കേസിൽ 14ഓളം പേരാണ് പ്രതികളായത്. അതിൽ പ്രധാന പ്രതികളെല്ലാം ഇന്നലെ അഖിലിനെ കൊലപ്പെടുത്തിയവർ തന്നെ. പ്രതികളെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ ഒരു കൂസലും പ്രതികൾക്കുണ്ടായില്ല. നടത്തിയ നിഷ്ഠൂര കൊലപാതകത്തെക്കുറിച്ച് കുറ്റബോധമില്ലാതെ പ്രതികൾ വിവരിച്ചു. പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ 90 ദിവസത്തിനുള്ളിൽ പോലീസ് അനന്തു വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. എന്നിട്ടും നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് പ്രതികൾ അടുത്തിടെ ജാമ്യത്തിലിറങ്ങി. അപകടകാരികളായ പ്രതികളെ തുറന്നുവിട്ട നിയമ സംവിധാനത്തിൽ പോലീസും പകച്ചു നിൽക്കുകയാണ്. കാരണം മയക്കുമരുന്നും മദ്യവും ഉപയോഗിച്ച് ബോധം നഷ്ടപ്പെട്ട് കുറ്റവാസനയോടെ നടക്കുന്ന പ്രതികൾ. അവരെ തുറന്നുവിട്ടാൽ സംഭവിക്കുന്ന അപകടം മുഴുവൻ പോലീസ് അനന്തു വധക്കേസ് കുറ്റപത്രത്തിൽ വിവരിച്ചിരുന്നു. എന്നിട്ടും എങ്ങനെയാണ് കോടതിക്ക് ജാമ്യം നൽകാൻ തോന്നിയതെന്ന അത്ഭുതമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക്. ആ അപകടകാരികളെ തുറന്നുവിട്ടതിന്റെ ഫലമാണ് നിഷ്ഠൂരമായ മറ്റൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. അനന്തുവിനെ അന്ന് കൊലപ്പെടുത്തിയ അതേ രീതിയിൽ തന്നെയാണ് സംഘം അഖിലിനെയും ഇന്നലെ കൊലപ്പെടുത്തിയത്. വിഷജന്തുക്കളെ തല്ലിക്കൊല്ലുന്ന ലാഘവത്തോടെ ഒരു യുവാവിനെ അടിച്ചുകൊല്ലുന്ന ദൃശ്യം നമ്മുടെ ദുസ്വപ്നമായി മാറുകയാണ്. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.